തിരിച്ചിട്ടോടാ വേനിയൻ. അങ്ങോട്ട് മാറി നിട്ടു. ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബീച്ചേച്ചിയാ. ഇന്ന് ബീച്ചേച്ചി എന്താ ഇങ്ങനെ അങ്ങ് പമ്മി വന്ന് നിൽക്കുന്നേ? ഒരു ഹാപ്പി ആയിട്ട് നിൽക്കുകയോ? ഇന്നെന്താ സ്കൂളിൽ പഠിപ്പിച്ചു? ദേവേഷ് അടുത്താണോ ഇരുന്നേ? പപ്പ ഒന്നും പറഞ്ഞില്ലേ രാവിലെ? ആ, നീ എന്തിനാ അവൻ്റെ അടുത്ത് ഇരിക്കാൻ പോയ? നീ മാറിയിരിക്കാൻ എന്താ? പെർമനന്റ് സീറ്റാണെങ്കിൽ നിങ്ങളെ അവനെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ അവനെ മാറ്റിയിരുത്തിയായിരുന്നല്ലോ. പിന്നെ എങ്ങനെ നിന്റെ അടുത്ത് വീണ്ടും വന്നത്? നീ എന്താ ആന്റി അടുത്ത് പറഞ്ഞേ? എന്തായാലും നീ പറ, ആന്റി അടുത്ത് പറ, നിന്നെ മാറ്റാൻ പറ. എന്തുവെന്നോ, ഒരു ദേവേഷ് എന്ന് പറയുന്ന ഒരു ചെറുക്കണം, മഹാവികൃതി എന്ന് വെച്ചാൽ മഹാവികൃതിയാ. ഈ കൊച്ചനൊന്നും തിരിച്ചു പറയത്തില്ല. അന്ന് എന്തുവായിരുന്നടാ സംഭവം? അന്നും വെള്ളം ഒഴിക്കുമായിരുന്നോ? ആദ്യം എന്തോ പ്രശ്നം ഉണ്ടായിട്ട് നീ അവിടുന്ന് അവരെ മാറ്റിയിരുത്തിയായിരുന്നല്ലേ? പന്നെ വീടുകളും പറയും. പിന്നെ അവൻ്റെ ബോട്ടിൽ വെള്ളമാണ് ഈ കൊച്ചിൻ്റെ ദേഹത്ത് മൊത്തം കോരി ഒഴിച്ച്. ഈ കൊച്ചെന്നാ ബസ്സിൽ ആൻറ്റി അടുത്ത് പറയണ്ടേ? പറഞ്ഞില്ല. ഞാൻ ഇന്ന് റീച്ചാനടുത്ത് പറഞ്ഞ, റീച്ചാനല്ലേ രാവിലെ ചിലപ്പോൾ കൊണ്ടുവിടാൻ പോകുന്നത്. ഇന്ന് പക്ഷേ പോൾമോനാ പോയത്. ഞാൻ പറഞ്ഞ ആൻറ്റി അടുത്ത് പറയണം. അങ്ങനെ അവനെ ഒന്ന് മാറ്റി ഇരുത്തിയതായിരുന്നു ഇവൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് വീണ്ടും ഇവൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് കള്ളം പറയുവാ, അവൻ്റെ പപ്പ പറഞ്ഞത് നിന്റെ സീറ്റിലേ നീ പോയി ഇരിക്കാവെന്ന്. പിന്നെ അതാ പറഞ്ഞത്, അവൻ കള്ളം പറയാവാടാ. ഉസ്ക പപ്പായിക്ക് അങ്ങനെ അറിയാം അവൻ എവിടെ പോയി ഇരുന്നേന്നൊക്കെ. ആൻറ്റി ബസ്സിൽ റൂള് ആൻറ്റിയുടെ കയ്യിലാ ഇരിക്കുന്നത്, പിള്ളേരെ എവിടെ ഇരുത്തേണ്ടത്. അല്ല, ആൻറ്റി അല്ലേ കാണുന്നത് അതിൻ്റെ അകത്തെ പിള്ളേർ എന്തൊക്കെയാ മസ്തി ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് നാളെ ആൻറ്റി അടുത്ത് പറഞ്ഞാണം, ആൻറ്റി നിന്നെ എന്തോ ചെയ്യുവാന്നെങ്കിൽ ആൻറ്റി എന്നെ ഇവനിങ്ങനെ ചെയ്തു, എന്നെ മാറ്റി ഇരുത്താൻ പറയണം കേട്ടോ. ഒന്നും പറയാതിരുന്നാ വീണ്ടും ഇന്നെന്തോലും ചെയ്തോ? കരഞ്ഞോണ്ടിരിക്കല്ലോ. ഒന്നീ ആൻറ്റി അടുത്ത്, ആൻറ്റി ഇതൊക്കെ നിങ്ങളെ നിയന്ത്രിക്കാനാ ബസ്സിൽ ആൻറ്റി ഉള്ളത്. ഒന്നീ ആൻറ്റി അടുത്ത് പറയണം, അല്ലെങ്കിൽ അവൻ്റെ അടുത്തൊന്ന് മാറിയിരിക്കണം. പിന്നെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലേ? പ്രീസമ്മ പറയുന്നതാ. പിന്നെന്തുവാ? അയ്യോ, നീ ഇന്നാളത്തെ ഡ്രസ്സ് അല്ലയോടാ? ഇന്നലെ ഇട്ട വീഡിയോയുടെ ഡ്രസ്സാടാ ഇന്ന് നീ എടുത്തിട്ടത്. നീ ഇപ്പൊ ഇട്ടതല്ലേത്? ഈ ടീഷർട്ടായിരുന്നു ഇന്നലെ. ആ വീഡിയോ എടുത്ത് ഇന്നിപ്പോ ഇൻട്രോ അല്ലേ? ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഉള്ള ദിവസം ഇതിപ്പോ അവൻ ബാഗിൽ നിന്ന് പുതിയത് എടുത്തിട്ടതാ. ഒന്നും പറയാനില്ലേ? ഓക്കെ, പൊയ്ക്കോ. പോയി ഇന്നത്തെ മറാഠി ആ വേഴ്സുകൾ ഇരുന്ന് എഴുത്. അമ്മ ഇട്ടത് തെറ്റുള്ളത് ഹിന്ദി ഇച്ചിരി കഴിയട്ടെ. അപ്പം ഞാൻ ഇന്നലെ കമൻറ്റിന് റിപ്ലൈ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ ഇച്ചിരി ഇരുന്ന് എനിക്ക് ചില സമയത്ത് എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉടനെ അങ്ങ് ചില സമയത്ത് റിപ്ലൈ വരും, ഉടനെ കൊടുക്കും. ചിലർ പറഞ്ഞ് ബിജിയുടെ സംസാരിച്ചുകൊണ്ടുള്ള ചിരി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെന്താ, ഞാൻ എന്തുവന്ന് ഇങ്ങനെ പല്ലാക്കുന്നേ, ഒരു അത്തിപ്പഴം ഉണങ്ങിയതിൻ്റെ ഒരെണ്ണം എടുത്ത് തിന്ന്. അത് ഉണങ്ങിയത് തിന്നാലും അതിൻ്റെ അകത്തെ അരി ഉണ്ടല്ലോ, നമ്മുടെ ഈ പല്ലിലൊക്കെ കയറിയിരിക്കും. ആ അരി എന്ന് പറയുന്നത് ഒരു സൈസ് ഇച്ചിരി കട്ടിയുള്ള കുഞ്ഞ് കടുകിൻ്റെ അത്രയുള്ള അരിയാണെങ്കിലും അത് കടിക്കുന്നുണ്ടേ കിരോന്ന് കേൾക്കും. അതാ ഞാൻ ഈ എടുത്ത് കടിക്കുന്നേ. പിന്നെന്തോ, പിന്നൊന്നുമില്ല. ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ബഡ് കേട്ട് ബോറായി കാണില്ലേ? ഓക്കെ. രാവിലെ ഇഡലിയും ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നല്ലേ, സാമ്പാറും പിന്നെ ദോശയുണ്ടവർക്ക് ദോശ ഉണ്ടാക്കി. അപ്പം ഞാൻ ഇച്ചിരി പാല് ഒന്ന് കാച്ചുന്നുണ്ട് ഉറയൊഴിക്കാൻ വേണ്ടി.
ഒഴിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് പാത്രത്തിൽ കാച്ചും, തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് തിള വന്നിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ കുറച്ച് നേരം ഇടും. കാരണം അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ, അല്ലെങ്കിൽ ഒഴിക്കുമ്പം വെള്ളവും ഇതുമായിട്ട് കിടക്കും. അപ്പം നന്നായി അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വറ്റി കഴിയുന്ന ഉടനെ നല്ല കട്ടി തൈര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രീസമ്മോന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഇന്നലത്തെ പൂരി ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ മസാല ഇത്തിരി ഇരിപ്പുണ്ട്, പൊട്ടറ്റോ മസാല. അപ്പോൾ അതും കൊണ്ട് ഒരു മസാല ദോശ പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്ന് അതിൻ്റെ അകത്ത് ഉഴുന്ന് താളിച്ച് ചേർക്കുമെന്ന്. ഇവിടെ ഈ പിള്ളേർക്ക് ഉഴുന്ന് താളിക്കുന്നതും അന്ന് കായ്ക്കകത്ത് ഞാൻ ഇച്ചിരി അരി മുരിച്ചിട്ടത് തന്നെ ഇവിടെ പ്രശ്നമായിരുന്നു. അവർക്ക് ഈ ഉഴുന്നൊന്നും ഇടുന്നത്, എനിക്ക് പക്ഷേ ആ ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്. പക്ഷേ പിള്ളേർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അവർക്ക് അതിൻ്റെ ഒന്നും താല്പര്യം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്നൊന്നും ചേർക്കാഞ്ഞത്, പ്ലെയിനായിട്ട് അങ്ങ് ഉണ്ടാക്കിയത്. അപ്പോൾ മാവ് ഒഴിച്ചിട്ട് ഞാനൊന്ന് തിരിച്ചിട്ട്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ പൊട്ടറ്റോ മസാല ഉണ്ടല്ലേ അത് ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്ത്. അപ്പോൾ അവന് ടിഫിൻ കൊണ്ടുവരാനായിട്ട് ഞാൻ 2 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഇത് കണ്ട ഉടനെ കഴിക്കാൻ വേണമെന്നും പറഞ്ഞു. അപ്പം മസാല ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് എമർജൻസിയിൽ അവന് പിന്നെ ഞാൻ മസാല ഇഡലി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചോണ്ടേ അത് വേണ്ട. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇതുണ്ടാക്കി കൊടുക്കാമെന്ന്. ഇതിപ്പോൾ ഇല്ല, മസാല ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതേ ഉണ്ടാക്കി കൊടുക്കത്തുള്ളായിരുന്നു. ഇന്നത്തെ സാമ്പാറൊക്കെ ഇരിപ്പുണ്ട്. ഒരു മെഴുക്കോട്ടി വെക്കാനായിട്ട് ഞാൻ കോവയ്ക്കയും ക്യാരറ്റും ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടപ്പത്തിട്ട് രാവിലെ ഈ മെഴുക്കോട്ടികളൊക്കെ അങ്ങ് ഇടുന്ന ഉടനെ പിന്നെ നമുക്ക് പതുക്കെ അത് അവിടെ കിടന്ന് ആയിക്കോളും. അല്ലാതെ അവസാനം മെഴുക്കോട്ടി ഉണ്ടാക്കാൻ ഇരുന്നാൽ പറ്റത്തില്ല. കാരണം നമ്മൾ വെള്ളത്തിലൊന്നും അതൊന്നും വേവിക്കുന്നില്ലല്ലേ, എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ തന്നെ അത് വഴന്ന് വരണ്ടേ. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ അതങ്ങിട്ടാൽ കുഴപ്പമില്ല. മെഴുക്കോട്ടിക്ക് അടപ്പത്ത് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത്, ചെറിയ തീ വെച്ചിട്ട്. ഇനി പാത്രങ്ങളെല്ലാം കഴുകാൻ കിടക്കുന്നു. സാമ്പാറും തോരനൊക്കെ ഇരിപ്പുണ്ട്, ഇന്ന് അതൊക്കെ മതി. എന്തുവന്നാൽ ഞാനങ്ങനെ കണ്ണടച്ചത്, അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അങ്ങോട്ട് വെച്ചോണ്ടേ അങ്ങ് തറയിലോട്ട് വീണ് പടപടാ സൗണ്ട് കേട്ട്. അത് ഞാനങ്ങ് മ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്കും ദേഷ്യം വരും. നമുക്ക് പാത്രം നാണ്ട കുറേ കിടപ്പുണ്ട്. പൂർണ്മം കുടിക്കാൻ വെള്ളം വന്നെടുത്തിട്ട് പോയതാ. ഞാൻ ഈ ബേസൻ ഇടാനുള്ള പാത്രങ്ങൾ ബേസനിലിടും, ബാക്കിയല്ലാതുള്ള ഇത്തിരി വലുതായിട്ടുള്ളതൊക്കെ ചരുവങ്ങളും അതെല്ലാം അങ്ങ് ബാൽക്കണി കൊണ്ടുവെക്കും. കാരണം അപ്പോഴത്തേക്കിന് ഇച്ചിരി നേരം ഒന്ന് വെക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് പോയി അതൊന്ന് ഉണങ്ങി കിട്ടും. പിന്നെ അതുകൊണ്ട് ഇവിടെ അതാത് സ്ഥാനത്ത് വെക്കും. അപ്പോൾ ചെറുതൊക്കെ ഇതിൻ്റെ അകത്തിടും. എൻ്റെ ആ ലിക്വിഡിൻ്റെ അവിടെ വിം എടുക്കുന്ന ലിക്വിഡ് ഈ 2 ബോട്ടിൽ ചെടിക്ക് വെള്ളം കൊണ്ട്, ചെടിയായിട്ടൊന്നും ഇല്ല, ഒരു പനിക്കൂർക്കയും കറ്റാർ വാഴയൊക്കെ ഉള്ളു, അതിനെ ഒഴിക്കുന്ന ബോട്ടിലുകളാണ്. അത് ഇവിടെ കൊണ്ട് വെച്ചേക്കുക. അപ്പോൾ ആരും ഒഴിക്കത്തില്ല, ഞാൻ വല്ലപ്പോഴും പോയി ഒഴിച്ചാലേ ഉള്ളൂ. ആരോ ബെല്ലടിച്ച്, ഒന്ന് പോയി നോക്കട്ടെ. എന്തോടാ ഫോൺ? 2-3 കോപ്പി എടുത്തോണ്ട് വാ. അതി നോക്കിയാൽ നിനക്ക് എങ്ങനെ മനസ്സിലാവൂടാ? നോക്കുന്ന ഇപ്പം ഇലക്ഷനൊക്കെ അല്ലേ വരാൻ പോന്നേ. ഇപ്പം 80 വയസ്സിന് മുകളിലുള്ളവരുടെ ആധാർ കോപ്പിക്ക് വന്നേ. അപ്പോൾ ഡാഡി ഇരുന്ന് തപ്പുക ഡാഡിയുടെ ബാഗിൽ. ഉണ്ടായിരുന്നു നേരത്തെ, അത് ഇപ്പം ഡാഡി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പോള് അതിൻ്റെ അത് നോക്കാമെന്ന് പറഞ്ഞു വേണ്ട. അങ്ങനെ പോൾമോൻ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെന്നാൽ പോയി കോപ്പി എടുത്തോണ്ട് വന്നു. ഈ ഇലക്ഷൻ്റെ അതിന് വന്നേ. ഇപ്പം 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ ബൂത്തിൽ പോയി ചെയ്യണ്ട, ഈ ഇലക്ഷൻ ചെയ്ത് നമ്മുടെ സൊസൈറ്റി തന്നെ അറേഞ്ച് ചെയ്തിട്ട് അവർക്കിവിടെ സൊസൈറ്റി താഴെ പോയി ചെയ്താൽ മതി. അതിന് ആധാർ കാർഡൊക്കെ അതിൻ്റെ കോപ്പിക്കൊക്കെ വന്നേ. അത് കൊള്ളാം. പ്രായമായവർക്ക് അവിടെ വരെ പോകണ്ടല്ലോ. ഒരു ഡെലിപ്പാത്രം കഴിയുമ്പോൾ മറ്റേതൂടെ കഴുകട്ടെ. ഞാൻ ചിന്തിക്കുമായിരുന്നു പോൾമോൻ ഇന്ന് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തോ ഇതേനെയായിരുന്നു, ആര് പോയി
ജീറോസ്കോപ്പി. ഇതൊക്കെ നേരത്തെ അവർ സൊസൈറ്റി പറഞ്ഞിട്ട് വരേണ്ടത്. അപ്പോഴും നമ്മൾ തയ്യാറാക്കി വെക്കുമല്ലേ. ഒന്നും സൊസൈറ്റിയിൽ നിന്ന് ഒരു മെസ്സേജും വന്നില്ല. ഈ പട്ടോ സൗണ്ട് കേൾക്കുമ്പം നിങ്ങൾക്കും കേൾക്കാനൊരു ദേഷ്യം വരും. പാത്രം കഴുകുമ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ, അതാ ഞാൻ അനങ്ങാതെ അങ്ങ് നിന്നേ. തുണിയൊക്കെ കഴുകി തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞു. പിന്നെന്തുമായിരുന്നു, അരി തിളപ്പിച്ചിട്ടു. ഇച്ചിരി വെച്ച് വറുക്കാൻ അരി ഇരിപ്പുണ്ട്. അന്നത്തെ ഫ്രൈഡ് റൈസ് ഒരു ഇച്ചിരിയും കൂടി ഇരിപ്പുണ്ട്. ചിക്കൻ കറി ഇന്നലെ ഞാൻ കൂട്ടിലേക്കൊക്കെ ഇച്ചിരിച്ച ഉണ്ടായിരുന്നു. റൈസ് മോന് അതിൻ്റെ റൈസ് മാത്രം കഴിക്കില്ല ഇഷ്ടം. അവന് കറി ഒഴിക്കുന്നത് താല്പര്യമില്ല. പിന്നെ ലെഗ് പീസ് ഉണ്ടെങ്കിൽ പറയാം, ലെഗ് പീസ് ഒക്കെ തന്നേരം. ഓരോരുത്തർ ചക്കപ്പഴവും ഒക്കെ കാണിച്ച് കൊതിപ്പിക്കുക നമ്മളെ. ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്രാവശ്യം ചക്ക അങ്ങനെ വീണില്ല. ഒരു തുണിക്കാരൻ പോകുന്നല്ലേ, ഞാൻ വിളിക്കട്ടെ. ഇവിടെ ഇന്ന് എല്ലാവരെയും കാണാം. ഞാൻ നോക്കിയാണ് മുമ്പ് ഇങ്ങോട്ട് വരുന്ന കണ്ട് വിസ്തരിക്കാരൻ. ഞാൻ ചിന്തിച്ച് കയറി വരുമെന്നു. അപ്പം നോക്കിയാണെങ്കിൽ പോയി. അതാണ് ഞാൻ പെട്ടെന്ന് ഫോൺ ചെയ്തത്. അപ്പം തിരിച്ചു വന്നു. 2 ദിവസം കൊണ്ട് തുണിയിരിക്കുന്നു. അപ്പം ഞാൻ മെഴുക്ക് വരട്ടി ഇപ്പം നോക്കണേ ഒരു ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി ഇങ്ങോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോഴാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ മുളക് പൊടി ഇട്ടാലേ ഓയിൽ അതുപോലെ ഇല്ലെങ്കിൽ മസാല ഇങ്ങനെ മൂത്ത് നമുക്ക് മൂക്കിലൊരു സ്മെല്ല് ക്രാണം വരും. അതുകൊണ്ട് ഞാൻ ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് മുക്കാലും വാടി അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞുകൊണ്ടേ നമ്മുടെ മെഴുക്ക് വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.